السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഗോൾഡി നിയമ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സയ്യിദന്മാരെ, സാദാത്യങ്ങളെ, ഉലമാക്കളെ, മറ്റു എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ, നാം ഒരു മാസക്കാലത്തോളമായി നമ്മുടെ മൗല റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ നടത്തിക്കൊണ്ടുവരുന്ന കണ്യാല ഉറൂസിനോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ദ്വൈവാര ക്യാമ്പയിൻ സമാപനമാണ് ഈ ദിവസം നാം സംഘടിപ്പിക്കാൻ കരുതിയിട്ടുള്ളത്. സമാപനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്യാമ്പയിനാണ് സമാപനം. അതല്ലാതെ നമ്മുടെ വാദി നിയമ ഇസ്ലാമിക ക്ലാസ് റൂം സംഘടിപ്പിക്കുന്ന ലക്ഷ്യത്തിന്റെ സമാപനമല്ല. അതായത് നമ്മുടെ ഈ ഗ്രൂപ്പ് നാം ഉണ്ടാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തന മേഖലയായി നാം മനസ്സിലാക്കി വെച്ചതും, ഇത്ര കാലത്തോളം നാം മുന്നോട്ട് കൊണ്ടുപോയതും മൗലാന റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹ് പറയുക, പാടുക, മശായിഖന്മാരെ കുറിച്ചുള്ള അറിവുകൾ പരസ്പരം പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ പറയാൻ കഴിയുന്ന ആളുകൾ അതിനെക്കുറിച്ച്, മൗലാനെ കുറിച്ച്, അല്ലെങ്കിൽ മശായിഖിന്റെ ചരിത്രങ്ങളെ കുറിച്ച് പറയുന്നു. പാടാൻ കഴിയുന്ന ആളുകൾ പാടുന്നു. വൈത്താലാപനത്തിന് കഴിവുള്ള ആളുകൾ വൈത്താലാപനം നടത്തുന്നു. എഴുതാൻ കഴിവുള്ളവർ എഴുതുന്നു. ഇങ്ങനെ വളരെ സുന്ദരമായ വേറിട്ട ഒരു കാഴ്ചപ്പാടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പായി നമ്മുടെ ഗ്രൂപ്പ് അതിന്റെ പ്രയാണം മുന്നോട്ട് തന്നെ കുതിച്ച് കൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി അഡ്മിൻ പാനലിലെ ഉസ്താദുമാർ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ ഗ്രൂപ്പ് നിലനിൽക്കുന്നതും അതിന്റെ ലക്ഷ്യവും മുന്നേ പറഞ്ഞ പോലെ തന്നെ മശായിഖിനെ കുറിച്ച് പാടാനും പറയാനും തുറന്ന ഒരു വേദിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശിഖിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഷ്ക് തുറന്നു പറയാനുള്ള ഒരു അവസരമായി ഈ ഗ്രൂപ്പിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ അത്തരം കാര്യങ്ങൾ വരുന്നുമുണ്ട്. രാഷ്ട്രീയ സംഘടന ബന്ധമൊന്നുമില്ലാതെ വെറും മശായിഖിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സന്തോഷമായ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ വാദി നിയമ ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇതിൽ നാം സംഘടിപ്പിക്കുന്നത് പ്രധാനമായും മാസത്തിലൊരു ദുആ മജ്ലിസാണ്. മൗലാന്റെ പേരിൽ അൽഹംദുലില്ലാഹ് ഇതുവരെ ഒരു ഖത്തം പൂർത്തീകരിച്ച് പോയിരുന്നു ഓരോ മാസത്തിൽ. അപ്പോ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഒരു നിർബന്ധിത ഖത്മോദലല്ലല്ലോ അതിൽ വരുന്നത്. ജോലി തിരക്കിനിടയിലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനത്തിനിടയിലും ഒരു ഖത്തം പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ജുസ് ഓതി എല്ലാവരും കൂടി ഖത്തമായി ആ ഖത്തമിൽ ഒരു ദുആ നടത്തിക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം ലഭിക്കുമല്ലോ. വീട്ടിലുള്ള ആളുകളെ, ഭാര്യമാരെ, മക്കളെയൊക്കെ കൂട്ടി ഒരു ഖത്തം ഓതി അതിലൊരു ഭാഗവാക്കാവാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം. ഇനിയിപ്പോ നമുക്ക് വല്ല പ്രയാസവും നേരിടുക എന്ന് പറയുന്ന സമയത്ത് നമുക്കൊന്ന് ദുആ ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ മരിക്കുമ്പോൾ ദുആ ചെയ്യാൻ, നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നമുക്ക് വോയിസ് ഇട്ടാൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ അതിനു വേണ്ടി നമ്മുടെ സാബിർ ഉസ്താദ് അവർ ദുആ ചെയ്യുന്നുണ്ട്.
അൽഹംദുലില്ലാ, ഇതൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് കൊണ്ട് ലഭിച്ച നേട്ടമല്ലേ, നേട്ടമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പരസ്പരം കാര്യങ്ങളെ പങ്കുവെക്കാനും നമ്മുടെ വിഷമങ്ങൾ പറയാനും അതിനു വേണ്ടി ഒരു ദുആ ചെയ്യാനും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൂടെ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷമായ കാര്യമാണ്. പ്രഗത്ഭരായ ഉസ്താദുമാർ, പ്രഗത്ഭ സയ്യിദന്മാർ എന്നിവരാണ് നമ്മുടെ ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന ക്ലാസുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തന ലക്ഷ്യവും ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഈ വക ലക്ഷ്യത്തോടു കൂടെയാണ്. നമ്മുടെ ഈ ക്യാമ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ മൗലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല. കാരണം മൗലാ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഒരു മുരീദ് ഒരു ദുആ മജ്‌ലിസിൽ ചെന്നാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമോ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം മൗലാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുരീദ് പങ്കെടുത്ത ഒരു നിസ്കാരം സഹിഹാണ്, ഒരു ദുആ സഹിഹാണ്, ഒരു മയ്യിത്ത് നിസ്കരിച്ചാൽ മയ്യിത്തിന് പുറക്കരണത്തോടും ഇത്രയും വലിയ ഒരു പവറിൽ ഇരിക്കുന്ന ആളുകളാണ് മൗലാ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ. അത്തരം ആളുകളിൽ നിന്ന് നമുക്ക് ഇൽമ സ്വീകരിക്കുക, നമുക്ക് അറിവുകൾ ലഭിക്കുക എന്ന് പറയുന്നത് എത്രയോ മഹത്തരമായ കാര്യമാണ്. ഔത്തും റബ്ബിയ മൗലാ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് മൗലാ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ സംരക്ഷിക്കുന്നത്. മൗലാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മൗല ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം ചോദിക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാര്യം ഉറപ്പാണ്. ഓരോരുത്തരും അവരുടെ ചരിത്രങ്ങളും അവരുടെ അനുഭവങ്ങളും പറയുമ്പോൾ അവർക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് ഒരുപക്ഷെ മൗലാനുള്ള ഹയാത്തുള്ള സമയത്ത് അവർ നേരിട്ട് സംസാരിച്ച സമയത്ത് തീർത്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തൊരു കാര്യത്തെ കുറിച്ച് ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിലും മൗലാന്റെ ഒരു കുട്ടി ചിന്തിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞിലേക്ക് ചിന്തിക്കുമ്പോൾ അതിനൊക്കെ മറുപടി ലഭിച്ചില്ലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓരോരുത്തരോട് സംവദിക്കുമ്പോൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അവർക്ക് എല്ലാം ഭൂമിയിൽ നിന്ന് പറഞ്ഞു കൊടുത്തതിനു ശേഷമാണ് മൗലാ റളിയല്ലാഹു അൻഹു യാത്രയായിട്ടുള്ളത്. യാത്ര എന്ന് പറയുമ്പോൾ ഉറൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ യാത്ര എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോയി എന്നല്ല അർത്ഥം, വീണ്ടും വന്നു എന്നാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ അവതരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനമായി ഖുർആനിൽ വന്ന ആയത്ത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്നല്ലേ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, റസൂൽ വന്നു എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി എന്നല്ല പറയുന്നത്. ഇത് അടുത്ത ഒരു തരം വരവാണ്. റസൂലോടുകൂടി ഒരു വഫാത്തോടുകൂടി അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പിരിയുന്നതോടുകൂടി സംഭവിക്കുന്നത് ഒരു തരം വരവാണ്, വീണ്ടും ഒരു തരം വരവാണ്, അല്ലാണ്ട് പൂർണ്ണമായി പോയി എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മശായിഖിനെ മനസ്സിലാക്കാനും ഇത്തിബാ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് സമയത്തും മശായിഖിനോടുള്ള സ്നേഹം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ ക്യാമ്പിനെ സ്വാഗതം പറയുക എന്ന് പറയുന്നതാണ് എന്നിൽ അർപ്പിതമായ കാര്യം. നമ്മുടെ ഗ്രൂപ്പിലെ പ്രധാന അഡ്മിനും അതുപോലെ തന്നെ അധ്യക്ഷനുമായ അബ്ദുൾ റഷീദ് മുസ്ലിയാർ അവർകളെ ഞാൻ ഈ പരിപാടിയിലേക്ക്, ഈ ദൈവവാര ക്യാമ്പിലേക്ക്, സമാപന ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഖിറാഅത്ത് നടത്തുന്നത് നമ്മുടെ അബ്ദുൽ സമദ് പാതാരി എന്നവരാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നത്
സയ്യിദ് ഫഖറുദ്ദീൻ അസ്സനി തങ്ങൾ കണ്ണന്തളി എന്നവരാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആശംസ അർപ്പിക്കുന്നതിനു വേണ്ടി ഉസ്താദുമാരായ അഷ്റഫി കരിമ്പ, മുസ്തഫ സ്വാബിരി കാഞ്ഞിരപ്പുഴ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആൾമാരാണ്. അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ഈ ക്യാമ്പിൽ എന്തായാലും പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ അഭിനന്ദരായ ഉസ്താദ് അഡ്വക്കേറ്റ് ഓണംപള്ളി ഉസ്താദ് അവർകളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന് അസുഖവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ ക്യാമ്പിൽ ഇന്ന് ഉദ്ഘാടന പരിപാടികൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഉസ്താദ് ഷഫീഖ് ഫൈസി കായംകുളം അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അവസാനമായി നമ്മുടെ ദുആ സമ്മേളനം നടത്തുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ, നമുക്കെല്ലാം അറിയുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിസാമി മേലാറ്റൂർ അവർകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സയ്യിദന്മാർക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. കാലത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിനും സമൂഹത്തിനും നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നമ്മുടെ ഉസ്താദുമാർക്കും സയ്യിദന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നന്ദി പറയുന്നത്, നമ്മുടെ ക്യാമ്പിന് നന്ദി പറയുന്നത് അഷ്റഫ് സാഹിബ് ഒറ്റപ്പാലം അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ഒരുപാട് മെമ്പർമാര് നമ്മുടെ വോയിസുകൾ കേൾക്കാൻ വേണ്ടി ക്യാമ്പുമായി ക്ഷമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മത്തെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിലും നമ്മുടെ കുടുംബത്തിലും മക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. ഇന്ന് പിടിപെട്ടുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.